ഹായ് ഗൈസ്, എല്ലാവർക്കും എന്റെ യൂഗരിസ്റ്റി അഡോറേഷൻ വ്ളോഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്, ഞാനിപ്പോ ഒരു ഷോപ്പിലേക്ക് പോവാണ്, ഒരു കഫേയിലേക്ക്. ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ അതിന് വേണ്ടിട്ട് ഫോണില് ഒരുപാട് ഇമേജൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഫോണില് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഫേ പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഒരു ബിസിനസ് ആണ്, ഒരു ബിസിനസിന്റെ ഒരു സംഭവം ഞാന് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ അവിടുത്തെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഞാന് തിരിച്ചു വന്നിട്ട് ഞാൻ എന്താണ് ഞാൻ അവിടെ പോയിട്ട് ചെയ്തത് എന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ഓണാക്കിയിട്ട് ഞാൻ കാണിച്ചു തരും എന്താന്നുള്ളത്. അതൊരു ചെറിയ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. ചെറിയൊരു ബിസിനസ് സംഭവം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എന്റെ മനസ്സിലുള്ള സ്വപ്നം സംഭവം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കയ്യിലോട്ട് അത്. അപ്പൊ ഞാന് അവിടുത്തെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരും. അതിന് ശേഷം ഞാൻ എന്താന്ന് ചെയ്തെന്നുള്ളത് ഞാൻ അതിന് ശേഷം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതൊരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ചെറിയൊരു തോതില് തുടങ്ങണം എന്ന ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം എന്റെ മനസ്സിലുള്ള ഒരു സ്വപ്നം തന്നെയാണ്. അപ്പൊ അത് വിജയിക്കണമെങ്കിൽ എന്റെ സപ്പോർട്ട് മാത്രം പോരാ, നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. അപ്പൊ ഞാൻ ഇത്രയും നാൾ അതിന് വേണ്ടിയിട്ട് ഓരോന്ന് വരയ്ക്കുകയും എഴുതുകയൊക്കെ ഞാൻ ഈ കുറെ ദിവസങ്ങളിലായിട്ട് ഞാൻ അതിൻ്റെതായിട്ടുള്ള വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോന്ന് എഴുതി. ഇത് ജെമിനി ആണെങ്കിലും ഈ എഴുത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സ്വന്തം ക്രിയാമകമാണ്. ഈ എഴുത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം ക്രിയാമകമാണ്. സ്വന്തം കഴിവില് സ്വന്തം തലച്ചോറിൽ നിന്ന് ഒപ്പി എടുത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ തയ്യാറാക്കിയത്. എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിലേക്ക് ടെസ്റ്റ് ഞാൻ തയ്യാറാക്കിയത്. പിന്നെ ഇമേജ് അവിടുന്നും ഞാൻ ഒപ്പിച്ചെടുത്താണ്. ഞാൻ പലവിധ പലവിധ പള്ളികളിലും പിന്നെ ഗൂഗിളിലൊക്കെ ഞാൻ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത സംഭവമാണ്. ഏകദേശം ഒരു മാതാവിന്റെ ഒരു ഇമേജ്. പിന്നെ ജെമിനി ഉണ്ടായിരുന്നു. ജെമിനിയുടെ സഹായം കൊണ്ട് മൊത്തം ആ മാതാവിന്റെ മൊത്തം ബോഡി ആക്കി കിട്ടാൻ വേണ്ടി ഞാൻ ജെമിനിയോട് ഒക്കെ ചോദിച്ചിരുന്നു. ജെമിനി അത് മനസ്സിലാക്കി എന്ത് ചെയ്തു, ആ മാതാവിനൊരു ഫുൾ ബോഡിയില് ആക്കി തന്നു. അതൊക്കെ നല്ലതുപോലെ ചെക്ക് ചെയ്ത് എല്ലാം നോക്കി എവിടെയെങ്കിലും നെഗറ്റീവ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും തെറ്റുപറ്റൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അതിന് ശേഷം ആണ് ഞാന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ അതിന്റെ
പണി ഏകദേശം കഴിഞ്ഞു. പക്ഷെ അതിന് ഒരു സംഭവം ചെയ്യണം. അപ്പൊ അത് ചെയ്യാൻ പോവാണ്. ഒരു ചെറിയൊരു ബിസിനസ് സംരംഭം ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് ഒരുപാടെണ്ണം വേണം. പക്ഷെ എന്റെ കയ്യില് വരാൻ പോകുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ പതിയെ ഞാൻ ഇങ്ങനെ ബിസിനസ് എന്ന ഇതില് സംരംഭം പതിയെ ആൾക്കാരുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോ അവർക്ക് ഒരു വിശ്വാസം വേണം. ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പ്രാർത്ഥന ശരിക്കും അത് ഇങ്ങനെ ചൊല്ലുമ്പോ പറയുമ്പോ അതിനുള്ള പ്രാർത്ഥന അതേമാതിരി കസ്റ്റംസ് വായിക്കുകയും പഠിക്കുകയും പിന്നെ ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോ അതിൽ നിന്ന് എന്താണ് അതിലെഴുതിയിട്ടുള്ള എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താ ആഗ്രഹം, എന്താ ഇതൊക്കെ ഉള്ളത്, അത് ഉറപ്പായിട്ടും നടക്കും. അപ്പൊ അങ്ങനെ ആളുകളിലേക്ക് വിശ്വാസം അങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വിശ്വാസം കസ്റ്റംസ് ഇങ്ങനെ എഴുതി തിരക്കേടില്ലല്ലോ, നല്ലൊരു പ്രാർത്ഥനയാണല്ലോ, ഇതിലുള്ള കാര്യങ്ങളൊക്കെ അച്ചട്ടാണല്ലോ. ഇത് എനിക്ക് വളരെ ഇഷ്ടമായി. ഈ പ്രാർത്ഥന എന്റെ ജീവിതത്തിലെ മറ്റൊരു വെളിച്ചം ആണ്. ഈ ഒരു പ്രാർത്ഥന എനിക്ക് മറ്റൊരു വെളിച്ചം, നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വെളിച്ചം ഞാൻ ഈ ഒരു പ്രാർത്ഥന ചൊല്ലി ഒക്കെ ചെയ്തപ്പോ എനിക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു വെളിച്ചം എനിക്ക് നൽകി എന്ന് ഇതിലെ കർഷകന് തോന്നുമ്പോ അവരെന്ത് ഈ പ്രാർത്ഥന അവർ സ്വീകരിക്കും. അപ്പോ അത്രയ്ക്കും ഈ വിശ്വാസം എന്ന രീതിയിലാണ് ഞാൻ ഈ പ്രാർത്ഥന ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോ എന്തായാലും നിങ്ങൾ ഒരിക്കലും റിജക്റ്റ് ചെയ്യില്ല. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ച്. അത്രയ്ക്കും എന്റെ എല്ലാ സഹനവും വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം എന്റെ മാത്രമല്ല എല്ലാവരുടെ ഓരോ ജീവിത ബുദ്ധിമുട്ട്, ജീവിത സ്റ്റൈല്, പിന്നെ ആൾക്കാരുടെ ഓരോരോ ജീവിത അനുഭവങ്ങളൊക്കെ ഞാൻ ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതില് കിട്ടുകയാണെങ്കിൽ ചൊല്ലുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള നിങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് അത് നോക്കി ചൊല്ലുമ്പോ എന്തായാലും തമ്പുരാൻ നിങ്ങളെ കൈവിടില്ല. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഉറപ്പായിട്ടും നടക്കും. അപ്പൊ പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങള് ഒക്കെ എന്താണ് അവിടെ പോയിട്ട് ചെയ്തത്, എന്തായിരുന്നു സംഭവം എന്നുള്ളത് നമുക്ക് വന്ന് വീട്ടിലേക്ക് തിരിച്ചു വരും. വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോ ഗൈസ് യു ഗോ ഐ ഗോ. നമുക്കിനി അടുത്ത വീഡിയോയില് അടുത്ത സമയത്ത് വരാം. അതുവരെയ്ക്കും ഇന്നത്തെ എന്റെ ഈ വ്ളോഗ് നിങ്ങൾ സമാധാനത്തോടും സ്നേഹത്തോടും ദുഃഖത്തോടും കൂടി ഇരുന്ന് കേട്ടതിനും കണ്ടതിനുമായ എല്ലാ സഹോദരന്മാർക്കും എന്റെ ടാറ്റാ ബൈ ബൈ സീ യു. നമുക്ക് പോയിട്ട് ആ സംഭവം
അപ്പൊ പോയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാം. എന്നിട്ട് ബാക്കി സംസാരിക്കാം.